ഏതൊരു സംസ്ഥാനത്തിനും വികസിക്കണമെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ സർക്കാരുകൾ വിചാരിക്കണം. ഇന്ത്യയെ പോലൊരു രാജ്യത്താണെങ്കിൽ ആ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സഹായിക്കണം. മറ്റു മേഖലകളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കേരളത്തിലെ LDF സർക്കാരിൻ്റെ 1000 വിജയദിനങ്ങളുടെ ഒരു പ്രവർത്തന മേഖല പരിശോധിക്കുമ്പോൾ, എവിടെ നിൽക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ, ഈ കേന്ദ്ര സംസ്ഥാന ബന്ധം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ പൊതുമേഖലയെ പ്രത്യേകിച്ചെടുത്തുകൊണ്ടും മറ്റ് മേഖലകളിലൊക്കെ എങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്നതാണ് പരിശോധിക്കുന്നത്. അതിന് യുക്തമായ ഒരു പാനൽ നമുക്കുണ്ട്. ഒപ്പം പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളും നമ്മളോടൊപ്പം ഉണ്ട്. പാനലിൽ ഉള്ളത് പ്രമുഖ രാഷ്ട്രീയ നേതാവ്, ട്രേഡ് യൂണിയൻ നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കായംകുളം MLA ശ്രീമതി പ്രതിഭ, മുതിർന്ന അഭിഭാഷകനും സാമൂഹ്യ വിമർശകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒപ്പം ഓൾ ഇന്ത്യ നബാർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ജോസ് ടി എബ്രഹാം, ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെ അസിസ്റ്റന്റ് എഡിറ്റർ, പ്രമുഖ മാധ്യമ പ്രവർത്തക ശ്രീമതി M സരിതാ വർമ്മ എന്നിവർ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ 1000 ദിനങ്ങൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പൊതുവായി താങ്കൾ എങ്ങനെ വിവരിക്കും? അതിൽ ഡോക്ടർ ലാൽ ആദ്യം സൂചിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് സമീപനമായിരുന്നു എന്നതാണ് പ്രധാനമായും ഡിസ്കസ് ചെയ്യാനെടുത്തത്. ഈ 1000 ദിവസങ്ങളിൽ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് തൃപ്തികരമായ ഒരു ഗവൺമെൻറ് അല്ല കേരളം ഭരിക്കുന്നതെന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവർക്കൊക്കെ അറിയാം. വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള നയങ്ങളുള്ള 2 ഗവൺമെൻറ്റുകളാണ്. അതിൽ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ വിജയിക്കാതിരിക്കാൻ, അഥവാ കേരളം തന്നെ വികസിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. നിരവധി വിഷയങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം വന്നപ്പോൾ ആ പ്രളയ സഹായത്തിന് കേന്ദ്രമെടുത്ത സമീപനം. കേന്ദ്രം അർഹമായ സഹായം നൽകിയില്ലെന്ന് മാത്രമല്ല, മറ്റേതെങ്കിലും രാജ്യം സഹായിക്കുന്നെങ്കിൽ ആ സഹായം വാങ്ങാൻ പാടില്ല എന്നൊരു നിലപാടെടുത്തു. അതിനുശേഷം ഈ രാജ്യത്തുള്ള കേരളത്തിലുള്ള മലയാളികൾ ലോകത്തെവിടെയെങ്കിലും പണിയെടുക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പോയി സഹായം അഭ്യർത്ഥിക്കാൻ കേരളത്തിലെ മന്ത്രിമാർ ഒക്കെ തീരുമാനിച്ച് പ്രോഗ്രാം കൊടുത്തപ്പോൾ മന്ത്രിമാർ പോകണ്ടെന്നും പറഞ്ഞ് വിലക്കി. അത് കേരളത്തെ സഹായിക്കുന്ന ഒരു സമീപനമായിട്ട് എടുത്തത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിൽ വന്ന ദുരന്തങ്ങളുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ വിജയദിനങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നത്. ഒന്ന്, ഓഗി ദുരന്തം വന്നപ്പോൾ ഗവൺമെൻറ്റിന് ഏൽക്കേണ്ടി വന്ന ബാധ്യത, അത് കൈകാര്യം ചെയ്യുന്ന രീതി. അതിനുശേഷം നിപ വൈറസ് വന്നപ്പോൾ ലോകമാകെ പ്രശംസിച്ച പ്രവർത്തനം കാഴ്ചവെച്ചതാണ് ഈ ഗവൺമെൻറ്. ആ പ്രതിസന്ധിയൊക്കെ മറികടന്നാണ് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. എങ്കിൽ പോലും കേരളത്തിൻ്റെ വികസനത്തിൽ മുൻകാല ഗവൺമെൻറ്റുകളുടെ, കേന്ദ്ര ഗവൺമെൻറ് തന്നെ പദ്ധതികൾ ഇവിടെ നടപ്പാക്കാതെ കിടന്നു. ഗ്യാസ് പൈപ്പ് ലൈൻ്റെ കാര്യത്തിൽ, NHൻ്റെ വികാസത്തിൻ്റെ കാര്യത്തിലൊക്കെ മുടങ്ങിക്കിടന്നത്. അതെല്ലാം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പോലും സമ്മതിക്കുണ്ടായി. കേരളത്തിലെ ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് മാത്രമേ നാഷണൽ ഹൈവേക്ക് സ്ഥലമൊക്കെ എന്നുള്ള തടസ്സങ്ങൾ നീക്കി നാഷണൽ ഹൈവേ പണി പൂർത്തിയാക്കാൻ സാധിക്കൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിവേഗത്തിലാണ് ഈ ഗവൺമെൻറ്റോട് ഇഷ്ടമില്ലെങ്കിൽ പോലും അവർ സമ്മതിക്കേണ്ടി വന്നു. 2, ഗ്യാസ് പൈപ്പ് ലൈൻ എത്രയോ വർഷങ്ങളെ ഇന്നേ പൂർത്തിയാക്കേണ്ടതായിരുന്നു. നമ്മുടെ കൂടെ തുടങ്ങിയവരൊക്കെ നേരത്തെ പൂർത്തിയാക്കിപ്പോയി. ഇവിടെ അത് നടക്കാതിരുന്നു, തടസ്സങ്ങളുണ്ടാക്കി. ആ തടസ്സങ്ങളെയൊക്കെ തട്ടി നീക്കിക്കൊണ്ട് ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പെട്രോ കെമിക്കൽസ് 10,000 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് തുടങ്ങിയത്. ഈ ഗവൺമെൻറ് കാലത്ത് 3 വർഷം ഒരു ദിവസം പോലും ഒരു ഇൻ്റർവെൻസ് ഇല്ലാതെ അത് പൂർത്തിയാക്കി. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ സംഖ്യ വന്ന് വീണ്ടും വികസനത്തിന് വേണ്ടി അവർ നടപടി തുടങ്ങത്തക്ക വിധത്തിൽ ഈ ഗവൺമെൻറ് അതിനോട് സഹകരിച്ചു. കേരളത്തിൻ്റെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് തെക്ക് വടക്ക് റെയിൽവേ അതിസ്പീഡ് ആയി വണ്ടി ഓടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന റെയിൽവേ കോറിഡോർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ തീരദേശ പാത വികസിപ്പിക്കുന്നു, ജലപാത വികസിപ്പിക്കുന്നു, ബേക്കൽ മുതൽ കോവളം വരെയുള്ള. ഇതൊക്കെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തു തീർത്ത പണി. അതുപോലെ തന്നെ വിഴിഞ്ഞം ഹാർബറിൻ്റെ പണി ഒരു നിശ്ചിത സമയത്ത് പൂർത്തീകരിക്കാൻ ഈ ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ ചെലുത്തി അതിൻ്റെ പണി മുമ്പോട്ട് പോകണം. 2020 പൂർത്തീകരിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നോക്കമല്ല, മുന്നോക്കം പോകുക. അതിനനുസൃതമായ സഹകരണം തന്നില്ല. ഇനി വ്യവസായത്തിലേക്ക് വരാം. പൊതുമേഖലാ വ്യവസായം കേന്ദ്ര ഗവൺമെൻറ് ഒരു നയമുണ്ട്. അത് പൊതുമേഖലയിൽ ഗവൺമെൻറ് എന്തിനാണ് വ്യവസായത്തിൽ പണം മുടക്കുന്നത്? ഗവൺമെൻറ് എന്തിനാണ് ആരോഗ്യരംഗത്ത് പണം മുടക്കുന്നത്?
വിദ്യാഭ്യാസ രംഗത്ത് പണം മുടക്കുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ല ലോകത്താകെ നടപ്പാക്കി വന്ന പുതിയ നവലിബറൽ നയങ്ങളുടെ ഭാഗമാണ്. അതൊക്കെ നടപ്പാക്കാൻ ശേഷിയുള്ള മുതലാളിമാരുണ്ട്, അവർ പണം മുടക്കിക്കൊള്ളും, അവരിതെല്ലാം നടത്തിക്കൊള്ളും. ഗവൺമെൻറ് ഈ രംഗത്തൊന്നും വേണ്ട. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനം ഈ ഗവൺമെൻറ്റും അതിന് തൊട്ട് മുമ്പുള്ള UPA ഗവൺമെൻറ് എടുത്ത സമീപനം, രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ ഒന്നുമില്ലാതിരുന്ന ഈ നാട്ടിൽ അധ്വാനിക്കുന്ന തൊഴിലാളികൾ പണിയെടുത്ത് ഈ മണ്ണിനടിയിൽ ഒടിഞ്ഞു കിടക്കുന്ന പ്രതിവിഭാഗങ്ങളെല്ലാം ഖനനം ചെയ്തെടുത്തുണ്ടാക്കിയ സമ്പത്താണെന്ന് രാജ്യത്ത് ഉയർന്നിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം. അത് പരിക്കുന്നവരുടെ ആരുടെയും കുടുംബത്തിന് കൊണ്ടുവന്നതല്ല. ഈ പ്രകൃതി ഖനഞ്ഞ് നൽകിയ സമ്പത്ത് അധ്വാനിക്കുന്ന വർഗം അവൻ ഖനനം ചെയ്ത് ജീവൻ പണയപ്പെടുത്തിയെടുത്തതാണ്. അതുപയോഗിച്ചുണ്ടായ അവൻ്റെ അധ്വാനത്തിൻ്റെ മിച്ച മൂല്യമാണ് ഇന്ന് രാജ്യത്ത് വളർന്നു വന്നിരിക്കുന്ന വമ്പിച്ച വിജയസാധ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതെല്ലാം കണ്ട വിലയ്ക്ക് നിസ്സാര വിലയ്ക്ക് തൂക്കി വെക്കുന്നവർ നയം കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത് ഈ ഗവൺമെൻറ് തുടരുകയാണ്. കേരളത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുജനങ്ങളുടെ സ്വത്താണ്. അത് വിറ്റ് 7.5 ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പൊതുമേഖലാ ഉപകരി വിമാനത്താവളങ്ങൾ വിൽക്കുക, വിമാനങ്ങൾ വിൽക്കുക, തുറമുഖങ്ങൾ വിൽക്കുക, ഡിഫൻസിൻ്റെ പ്രതിരോധ വകുപ്പിൻ്റെ തന്നെ ബെമൽ പോലുള്ള സ്ഥാപനങ്ങൾ വിൽക്കുക, ലാഭത്തിൽ നടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എല്ലാം 49% ഓഹരി വിൽക്കുക. കേന്ദ്ര ഗവൺമെൻറ് മുതൽ മുടക്കിയിരിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളിലെ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഡിവിഡൻഡ് ലാഭവിഹിതം നമ്മുടെ ഖജനാവിൽ വരേണ്ട പണമാണ്. ശ്രീ അനന്തലോട്ടൻ, ഞാൻ ഒന്ന് ഇടപെട്ട് വരികയാണ്. കാരണം വ്യക്തമാണ്, അദ്ദേഹത്തിന് ഇനി ഒരു അരമണിക്കൂർ കൂടെ കൊടുത്താലും പറയാനുള്ള കാര്യങ്ങളുണ്ട്. ശ്രീമതി യു പ്രതിഭ, ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം ചൂണ്ടിക്കാട്ടിയ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് കേന്ദ്രവും സംസ്ഥാനവും ഏത് രീതിയിലാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഇടപെടേണ്ടത് എന്നുള്ളതും ഇടപെടുന്നത് എന്നുള്ളതും നോക്കുമ്പോൾ കേരളത്തിൽ സംസ്ഥാനത്തെ LDF സർക്കാരിൻ്റെ 1000 വിജയദിനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു കൂടുതൽ ശതമാനം സംസ്ഥാന സർക്കാരിന് കൂടുതൽ പ്രയത്നിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടുത്തെ വികസന കാര്യത്തിൽ എന്ന സൂചനയാണോ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ഏതെങ്കിലും പർട്ടിക്കുലറായ മേഖലകൾ, ഈ പൊതുമേഖലയിൽ ചില സ്ഥാപനങ്ങൾ, അതിലേക്ക് ഇറങ്ങാൻ സാധിക്കുമോ പ്രതിഭാഹരിക്ക്? തീർച്ചയായിട്ടും. ഇപ്പം എല്ലാവർക്കും, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം, കേന്ദ്രം കേരളത്തെ സഹായിച്ചിട്ടില്ല. ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു പ്രളയക്കെടുതിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ ആ ഒരു രീതിയൊക്കെ. 600 കോടി രൂപ മാത്രമാണ് കേരളത്തിന് ആ സമയത്ത് സഹായമായി നൽകിയിട്ടുള്ളത്. 36,000 കോടി രൂപ വേണം കേരളത്തെ പുനഃസൃഷ്ടിച്ചെടുക്കാനെന്ന് വളരെ വസ്തുതാപരമായിട്ടുള്ള പഠനത്തിനും അതുപോലെ പരിപാടികൾക്കും ഒരുക്കങ്ങൾക്കൊക്കെ ശേഷം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതാണ്. നമുക്കെല്ലാം അറിയാം, അത്രയും 5 ജില്ല പൂർണ്ണമായും ഏകദേശം നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വന്ന് അത്ര പ്രളയമായിരുന്നു. അപ്പോൾ അന്ന് നമ്മളെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഇവിടെ സാവു സൂചിപ്പിച്ചതുപോലെ മറ്റ് സ്ഥലങ്ങൾ നൽകുന്ന പണം വാങ്ങാൻ പോലുമുള്ള ഒരനുവാദം തന്നില്ല. ഇതിനു മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രളയവും പ്രകൃതി ദുരന്തവും ഒക്കെ ഉണ്ടായപ്പോൾ അവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പ്രത്യേകമായി കണ്ടുകൊണ്ട് കേരളത്തിലുണ്ടായ നഷ്ടത്തിനെ അതിൻ്റെ ഒരു 4/1 പോലും നഷ്ടമുണ്ടാവാത്ത സംസ്ഥാനങ്ങൾക്ക് സെൻട്രൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്നൊക്കെ കേരളത്തിനേക്കാൾ വലിയ സഹായം ഈ കാലയളവിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഓഖി വന്ന സമയത്താണെങ്കിലും നിർമ്മല സീതാരാമൻ ഇവിടെ വന്നിട്ട് മത്സ്യത്തൊഴിലാളികളെയൊക്കെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്തു. പക്ഷെ പണം അനുവദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ആ കേന്ദ്രത്തെ നോക്കി കേരളം നിന്നിരുന്നെങ്കിൽ ഇനി കേരളം ഉണ്ടാവില്ല. പക്ഷെ അവിടെ മുഖ്യമന്ത്രിയുടെ തീരുമാനം എല്ലാവരും പറയുന്ന കാര്യമാണ്. അചഞ്ചലമായി നിന്നുകൊണ്ടുള്ളൊരു ഡിസിഷൻ എടുത്തു. എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്തു. ഫിഷറീസ് മന്ത്രിയുടെയൊക്കെ ഒരു ഇടപെടൽ അന്ന് വലുതാണ്. അതുകൊണ്ട് ആ മേഖലയെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു. 22 ലക്ഷത്തോളം രൂപ കേരള ഗവൺമെന്റിന്റെ മാത്രമായിട്ട് ആ വീടുകളിൽ എത്തിക്കാൻ കഴിഞ്ഞു. മേഴ്സിക്കുട്ടിയമ്മ നേതൃത്വം കൊടുത്തൊരു വകുപ്പാണ്. അപ്പം അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. പിന്നെ അവർക്ക് വള്ളവും വലയും അവരുടെ എന്താ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടത് എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു വലിയ ദുരന്തത്തെ അതിജീവിക്കാൻ കഴിഞ്ഞു. അപ്പം അവിടെയും നമ്മളെ സഹായിച്ചില്ല. അതിനുശേഷം വന്ന പ്രളയത്തിനെയും നമ്മളെ സഹായിച്ചിട്ടില്ല. ഇപ്പൊ കേന്ദ്രത്തിന്റെ സഹായം കൊണ്ടല്ല ഇന്ന് ഈ 1000 ദിവസം കൊണ്ട് കേരളം ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ. തീർച്ചയായും. ഡോക്ടർ സെബാസ്റ്റ്യൻ പിള്ള, അതായത് ശ്രീ ആനത്തലവട്ടവും പ്രതിഭയും ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് വളരെ സുഗമമായിരുന്നില്ല ഈ 1000 ദിനങ്ങൾ ഇങ്ങനെ പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ ഇടത് സർക്കാരിന് ഇപ്പോൾ എത്താൻ സാധിച്ചത്. ഏതൊക്കെ സംസ്ഥാന സർക്കാരുകൾക്ക് എപ്പോഴൊക്കെ അപകടഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൈത്താങ് ഉണ്ടായിട്ടുണ്ടോ അത് എത്ര അർഹിക്കുന്നതാണെന്ന് ഇവിടെ കരഞ്ഞു വിളിച്ചപ്പോഴും കിട്ടിയില്ല എന്ന ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, എന്നാൽ സംസ്ഥാനം അതിന് കാത്തു നിൽക്കാതെ അത് കിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ മറ്റു വഴികൾ തേടി ഈ മേഖലകളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വ്യവസായ സ്ഥാപനങ്ങളുടെ കാര്യമാണെങ്കിൽ ഇങ്ങനെ, പൊതുമേഖലയുടെ കാര്യമാണെങ്കിൽ ഈ രീതിയിലൊക്കെ വന്നിരിക്കുന്നു. ഇതൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിനെ എങ്ങനെ കാണണം? ലാലിൻ്റെ ആമുഖത്തിൽ കേന്ദ്ര സഹായം എന്നൊരു വാക്ക് ഉപയോഗിക്കേണ്ടായി. എനിക്കതിനോട് ശക്തമായ വിയോജിപ്പുണ്ട്.
നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനമാണ്. ഭരണഘടനയുടെ ആരംഭത്തിൽ പറയുന്നത് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. സംസ്ഥാനങ്ങളുടെ യൂണിയൻ, അതാണ് ഇന്ത്യ. അപ്പോൾ സംസ്ഥാനങ്ങളാണ് യാഥാർത്ഥ്യം. ഈ യൂണിയൻ എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. സംസ്ഥാനങ്ങളില്ലെങ്കിൽ കേന്ദ്രമില്ല. പക്ഷെ നമ്മുടെ സംവിധാനം അനുസരിച്ച് വരുമാനം മുഴുവൻ കേന്ദ്രത്തിനാണ്. നികുതിയായാലും മറ്റ് രീതിയിലുള്ള വിദേശ സഹായമായാലും എല്ലാം കേന്ദ്രത്തിൻ്റെ ഫണ്ടിൽ വന്ന് വീഴുന്നു, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ വന്ന് വീഴുന്നു. മറ്റൊന്ന് കറൻസി, അത് നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള അധികാരം അത് കേന്ദ്രത്തിനാണ്. അതിനർത്ഥം സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ കൈക്കുമ്പിളുമായി യാചിച്ചു നിൽക്കണം എന്നല്ല. കേന്ദ്രത്തിന് നിയമാനുസൃതം ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യത നിയമാനുസൃതം പാലിച്ചാൽ, നിറവേറ്റിയാൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും. അതിനുള്ള ഫിനാൻസ് കമ്മീഷൻ തുടങ്ങിയ വ്യവസ്ഥകൾ ഭരണഘടനയിൽ തന്നെ പറയുന്നുമുണ്ട്. ചില അടിയന്തര ഘട്ടങ്ങളിൽ പ്രത്യേകമായ ഇടപെടൽ കേന്ദ്രം നടത്തേണ്ടി വരും. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ പ്രളയകാലത്തും നമുക്കുണ്ടായ അനുഭവം. അപ്പോൾ അത്ര പ്രതികൂലമായ ഒരു അവസ്ഥ, പ്രകൃതി ഏൽപ്പിച്ച ആഘാതം ഒരു വശത്ത്, കേന്ദ്രത്തിൻ്റെ നിഷേധാത്മകമായ സമീപനം ഒരു വശത്ത്, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 1000 വിജയദിനങ്ങൾ എന്ന ഒരു നമുക്ക് സന്തോഷത്തോടെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത്. അത് ഇപ്പോൾ സംഭവിച്ചിരുന്ന കാര്യം മാത്രമല്ല, നമ്മൾ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളിലും അവഗണിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ ദീനരോധനം, ആ വാക്ക് ഞാൻ സന്തോഷത്തിൽ ഉപയോഗിക്കുന്നതല്ല, പക്ഷെ അതല്ലാതെ വേറൊരു വാക്കില്ല. അത് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഇനിയും അവസാനിക്കേണ്ടിയിരിക്കുന്നു. അതില്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തിന്റെ അഖണ്ഡത, ഐക്യം എന്നൊക്കെ ദേശീയത മുദ്രാവാക്യങ്ങളൊക്കെ ഇല്ലേ, ആ മുദ്രാവാക്യങ്ങൾക്ക് എന്തർത്ഥമാണ് ഉണ്ടാവുക? ഒരർത്ഥവും ഉണ്ടാവില്ല. ശരി, ശ്രീ ജോസ് ടി എബ്രഹാം, ഒരുപക്ഷെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതിലെ തൊഴിൽ എടുക്കുന്ന വിഭാഗങ്ങളിലൂടെ ഒരു സംസ്ഥാനത്തിന്റെ വികസനം മുന്നോട്ട് പോവുക, ഒരു സാമ്പത്തിക സ്ഥിതി പടുത്തുയർത്തി മുന്നോട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല. വളരെ കാൽക്കുലേറ്റഡായി അത്ര മാത്രം ബ്രെയിൻ ഉപയോഗിച്ച് ഭരണാധിപന്മാർ നിർവഹിക്കേണ്ട ഒരു പദ്ധതിയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഇതൊക്കെ സംസ്ഥാനങ്ങളിൽ തന്നെ നടക്കേണ്ട കാര്യങ്ങളാണ്. ആ സംസ്ഥാനങ്ങൾക്ക് നടക്കേണ്ട കൃത്യങ്ങൾക്ക് വേണ്ട പിന്തുണ നിയമപരമായി, ഭരണഘടനാപരമായി കിട്ടേണ്ട സമയങ്ങളിൽ അത് കിട്ടാത്തപ്പോഴും കേരളം ഈ സ്വന്തം പൊതുമേഖലകളെ അതിൻ്റേതായ കഴിവ് ഉപയോഗിച്ച് പടുത്തുയർത്തി എന്നതാണ് ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള ഒരു കണക്ക് തെളിയിക്കുന്നത്. 40ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉള്ളതിൽ പലതും നഷ്ടത്തിലായിരുന്നു ഈ സർക്കാർ വരുമ്പോൾ. ഇപ്പോൾ അതിൽ പകുതിയിൽ ഏറെ ലാഭത്തിന്റെ കണക്ക് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊക്കെ ഈ പറയുന്ന ദുരന്ത മുഖത്ത് നിന്നുകൊണ്ടാണ് ചെയ്തത് എന്നുള്ളത് ഈ തൊഴിലാളികളുടെ മേഖലയിൽ നിന്ന് അങ്ങേപ്പോലുള്ളവർ എങ്ങനെ കാണും? വലിയ പ്രതിബന്ധങ്ങൾക്കിടയിലാണ് ഈ 1000 ദിനങ്ങൾ പൂർത്തിയാക്കിയത്. ഏകദേശം വിജയകരമായി എന്ന് തന്നെ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവകാശപ്പെടാൻ പറ്റും. അതിൽ തന്നെ സംസ്ഥാന പൊതുമേഖലയുടെ മാത്രം വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ വരണ 40 പൊതുമേഖലയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDF ഗവൺമെൻറ്റുകളുടെ ഒരു ചരിത്രം കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം LDF വരുമ്പോഴൊക്കെ ഈ പൊതുമേഖലയെ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ടുള്ള മാനേജ്മെൻറ്റിനെ കൊണ്ടുവന്നുകൊണ്ട് അതിൽ കാര്യമായിട്ട് ഇടപെടാതെ തന്നെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ലാഭത്തിലാക്കിയിട്ടാണ് LDF ഗവൺമെൻറ് പുറത്തു പോകുന്നത്. അതിനുശേഷം വന്ന UDF ഗവൺമെൻറ് വീണ്ടും എല്ലാത്തിനെയും നഷ്ടത്തിലാക്കി. ഇപ്പോൾ വീണ്ടും ഈ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരണ 40 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അത് 2017-18 മാർച്ച് 31 കണക്ക് വെച്ചിട്ട് 14 ലാഭത്തിലേക്ക് വന്നു. 14 തന്നെ 303 കോടി 303.74 കോടി രൂപ ലാഭമായി. അതിൽ ബാക്കി എണ്ണത്തിൽ 196 കോടി നഷ്ടം വരുന്നുണ്ട്. പക്ഷേ നെറ്റ് 106 കോടി രൂപ ലാഭം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന KMML തന്നെ ഏകദേശം 196 കോടി രൂപ ലാഭത്തിലാണ് 2017-18 മാർച്ച് 31 കണക്ക് വെച്ചിട്ട്. അങ്ങനെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ക്രമേണ എല്ലാം തന്നെ ഈ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം തന്നെ ലാഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ വ്യത്യാസം. ഇനി ഞാൻ വേറൊരു കണക്കൂടെ സൂചിപ്പിക്കാം. കേന്ദ്ര പൊതുമേഖല എറണാകുളം ഭാഗത്തുള്ളത് കഴിഞ്ഞ 4 വർഷം കൊണ്ട് 19 പൂട്ടിപ്പോയി. അതിൽ തന്നെ നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോണിലുണ്ടായിരുന്ന 400 യൂണിറ്റുകളിൽ ഇനി 220 തന്നെ ബാക്കിയുള്ളൂ. അതുപോലെ
246 പൊതുമേഖല സംഘടിത വ്യവസായങ്ങളിൽ 30,000 തൊഴിലാളികൾ ജോലി ചെയ്തെടുത്ത് ഇപ്പം 10,000 പേരേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ഫാക്റ്റിൽ 9,000 ഉണ്ടായിരുന്നത് ഇപ്പം 16,000. HMD ഇവിടെ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. 3,000 പേരുള്ളത് ഇപ്പം 346 സ്ഥിരം തൊഴിലാളികളേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതാണ്. അതുപോലെ കൊച്ചിൻ പോർട്ടിൽ 10,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പം 1000-ൽ താഴെ തൊഴിലാളികളേ ഉള്ളൂ. ഇതാണ് ആ പൊതുമേഖല, കേന്ദ്ര പൊതുമേഖലയും കേരളത്തിൽ തന്നെയുള്ള കേന്ദ്ര പൊതുമേഖലയും കേരളത്തിൽ നിൽക്കുന്ന സംസ്ഥാന പൊതുമേഖലയും തമ്മിലുള്ള ഒരു സമീപനം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് സെൻട്രൽ PSUസിൻ്റെ അളവ് പണ്ട് തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തം ഉള്ള കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിനുള്ള അതിൻ്റെ പങ്ക് പണ്ട് തൊട്ടേ ശുഷ്കമാണ്. മൊത്തം സെൻട്രൽ പബ്ലിക് സെക്ടറിൻ്റെ നിക്ഷേപത്തിൻ്റെ 1.9% മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. എപ്പോൾ വരെ? 2003-2014 ആണ് ഇതിനൊരു മാറ്റം ഉണ്ടായത്. അതിന് പ്രധാനമായിട്ട് കാരണം ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 1000 ദിവസങ്ങളിൽ മാത്രമായിരുന്നില്ല, എക്കാലവും ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഈ സെൻട്രൽ സ്റ്റേറ്റ് ബന്ധം എപ്പോഴും എക്കാലവും, കാരണം കേരളം ഭരിക്കുന്ന കക്ഷിയായിരിക്കില്ല സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതൊരു തുടർക്കഥയാണ്. ഇപ്പോൾ ഒരു പക്ഷേ അത് കൂടുതൽ രൂക്ഷമായി അനുഭവപ്പെടുന്നുണ്ടാവാം. ഒരു കാലത്ത് നമ്മുടെ പൊതുമേഖലയിൽ എടുത്തു പറയേണ്ട 2 ബ്രാൻഡുകൾ തുടങ്ങിയ കാലത്ത് 25-30 കൊല്ലം മുമ്പ് ഉണ്ടായ കാലത്ത് കെൽട്രോണും TCCയും അവരുണ്ടായ കാലത്തൊരു പൊതുമേഖലയുടെ രംഗത്ത് ഒരു റോക്ക് സ്റ്റാർസ് തന്നെയായിരുന്നു. കാരണം കെൽട്രോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ടെലിവിഷൻ ഇലക്ട്രോണിക്സ് തുടങ്ങിയ കാലത്ത് ഒരു കോർപ്പറേഷൻ തുടങ്ങിയത് കേരളമായിരുന്നു. ആദ്യമായിട്ട് ഒരു ബ്രാൻഡ് നമ്മൾ പല സംസ്ഥാനങ്ങളിലും ചെന്ന് അവർ ട്രാഫിക് ലൈറ്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന അതിന് പേര് കെൽട്രോൺ എന്നാണ് ആ വാക്ക് പറയുന്നത് പോലും. TCCയുടെ അതേപോലെ അവരുടെ ചില പ്രോഡക്ട്സ് അങ്ങനെ രാജ്യ തലസ്ഥാനത്ത് തന്നെ കെൽട്രോൺ. അതെ. പക്ഷേ പിൽക്കാലത്ത് അവർക്ക് പല കാരണങ്ങൾ കൊണ്ടും വേണ്ട സമയത്ത് ക്യാപിറ്റൽ കിട്ടാത്തതുകൊണ്ടും മാനേജ്മെൻറ്റ് ഇൻപുട്സ് കിട്ടാത്തതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഇവയെല്ലാം പിന്നോക്കം പോയി. അതിന് വേണ്ട സപ്പോർട്ട് കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞ കണക്കുകൾ പോലെ ഇപ്പോഴത്തെ സ്ഥിതി കഴിഞ്ഞ 1000 ദിവസത്തെ സ്ഥിതിയും കൂടി വെച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് പോയ വർഷത്തിൽ നിന്ന് ഈ ഒരു വർഷം കൊണ്ട് 13 പ്രോഫിറ്റ് മേക്കിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് 14ലേക്ക് വലിയ ഒരു എടുത്തുചാട്ടം എന്ന് പറയാൻ വയ്യ, എന്നാലും ഒരു ശുഭോദർക്കമായ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല ലാഭത്തിൻ്റെ തോതും ഉണ്ടായ ലാഭം അതിന് മുൻ വർഷത്തിൽ 82 കോടിയായിരുന്നെങ്കിൽ അതായത് ഈ ലാഭത്തിലുണ്ടായ സ്ഥാപനങ്ങളുടെ ഒരു കളക്റ്റീവ് ലാഭം 82 കോടിയായിരുന്നെങ്കിൽ ഒറ്റ കൊല്ലം കൊണ്ട് അത് 320 കോടിയായിട്ട്, അതായത് ഒരു 3 ഇരട്ടി കൂടുതൽ ചാടി എന്നുള്ള അതൊരു മാജിക്കാണ്. ആ മാജിക് എങ്ങനെയാണ് ഒരുപക്ഷെ ഈ 1000 ദിനങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയത് എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഓഡിയൻസിന്റെ കുറച്ച് ചോദ്യങ്ങൾ കൂടി എടുക്കാമെന്ന് തോന്നുന്നു. ഞാൻ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിലാണ് ഈ വിഷയത്തെ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രമുഖമായൊരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്, KAL. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നഷ്ടത്തിലായിരുന്നു. അവിടുത്തെ തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് ശമ്പളം കിട്ടത്തുമില്ലായിരുന്നു. ഇപ്പോൾ കൃത്യമായി അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അതേസമയം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു പ്രമുഖമായ സ്ഥാപനമാണ് HLL, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം. അവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സങ്കടം നാളെ ഞങ്ങളൊരു പ്രൈവറ്റ് സ്ഥാപനമായി തീരും എന്നുള്ളതാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകളേക്കാൾ കൂടുതൽ അവൻ്റെ ജീവിതത്തെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം വിറ്റുതിളയ്ക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളം 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. പാലക്കാട് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ളത് കേരള സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മുടെ വിമാനത്താവളം വിൽക്കാൻ വെച്ചപ്പോൾ അതും ഞങ്ങൾ ഏറ്റെടുത്തോളാമെന്ന് നമ്മുടെ സർക്കാർ പറഞ്ഞു കഴിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കപ്പെടുന്നതെല്ലാം ഏറ്റെടുക്കാൻ കേരള സർക്കാർ തയ്യാറാണ്. പക്ഷേ അതിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് പൊതുജനങ്ങളോട് ചർച്ചകളിൽ കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ 1000 ദിനങ്ങൾ കൊണ്ട് കേരള സർക്കാർ ജനങ്ങൾക്ക് കൊടുത്തത്. നമുക്ക് ആ വിഷയത്തിലേക്ക് പോയാൽ നമ്മുടെ സമയം പോകുന്നുള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷെ വളരെ പ്രധാനമാണ് ആ പറഞ്ഞ കാര്യം. ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തിട്ട് വേറെ നമ്മൾ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ കേന്ദ്രം അതിപ്പം ഒരേ കക്ഷികൾ ഭരിച്ചാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ സംസ്ഥാനത്തിന് കിട്ടിയിട്ടില്ല.
പ്രത്യേകിച്ച് കേരളത്തോട്. അപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും കേരളത്തിലും ഒരേ കക്ഷികൾ ഭരിച്ചാൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവഗണനയാണ്. അപ്പോൾ ആ അവഗണനയുടെ കാരണം അവർ പറയുന്നത്, മുമ്പ് രാജീവ് ഗാന്ധി അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഇനി സാമ്പത്തിക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ജീവിത നിലവാരം ഉയർന്നതാണ് നമുക്കുള്ള ഒരു അയോഗ്യതയായിട്ട് കേന്ദ്രം കാണുന്നത്. ഇപ്പോൾ തന്നെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വേണ്ടുന്ന ഒരു സംസ്ഥാനത്ത് ആ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാതെ കണ്ട് ഇതിനെ നേരിടുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ആ സാധിക്കുന്നു എന്നുള്ളത് പോലും ഒരു അയോഗ്യത പോലെയാണ് കാണുന്നത്. ഓക്കെ, ശ്രീ ആനത്തലവട്ടം, അപ്പോൾ ഈ പറഞ്ഞു വരുന്ന പൊതു കാര്യങ്ങളിൽ നിന്ന് വന്ന ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് മുൻപുള്ള ഒരു സമരത്തിന്റെ മുദ്രാവാക്യങ്ങളൊക്കെ അങ്ങേപ്പോലുള്ളവരൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിന് കിട്ടുന്നില്ല, കേന്ദ്ര സർക്കാർ കേരളത്തിനോട് മാത്രം ചിറ്റമ്മ നയം കാണിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് എങ്കിൽ ഇവിടെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി മാത്രം. പക്ഷേ ഇപ്പോൾ ഈ 1000 ദിനങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല, പക്ഷെ കേരളം അതിനെ മറികടന്ന് ചില നേട്ടങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. അതെങ്ങനെ, ആ മാജിക് എന്താണ്? ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ നമുക്ക് അവകാശപ്പെട്ട, നമ്മളും ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, ഇന്ത്യയുടെ അകത്താണല്ലോ, അത് നമുക്ക് തരാതിരിക്കുമ്പോൾ തരുന്നില്ല എന്നുള്ള പരിദേവനം പറയുക മാത്രമല്ല, തന്നില്ലെങ്കിലും ഈ കേരളത്തെ തകർക്കാൻ ഒക്കില്ല, ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും എന്ന നിശ്ചയദാർഢ്യത്തോടുള്ള ഒരു നിലപാടാണ് കേരള ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം മറ്റു ചില അപ്രധാനമായ സ്റ്റേറ്റുകൾക്ക് പോലെ എയിംസ് കൊടുത്തു. നമ്മളെത്രയോ നാളായി ആവശ്യപ്പെടുന്നു, തരുന്നില്ല. നമുക്കിവിടെ തരുമെന്ന് പറഞ്ഞാൽ റെയിൽവേ കോച്ച് ഫാക്ടറി, പാലക്കാടിൻ്റെ കോച്ച് ഫാക്ടറി എത്ര നാളായി ഏക്കർ കണക്കിന് സ്ഥലമെടുത്തിട്ട് കല്ലുമിട്ടിട്ട് പോയതാണ്. നമ്മുടെ കൂടെ ഇട്ട കോച്ച് ഫാക്ടറികളുടെയൊക്കെ കോച്ച് നിർമ്മിച്ച് വണ്ടി ഓടി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ അപകടം കാണിക്കാൻ ഇവിടെ ന്യായമായ വിഹിതം നമുക്ക് തന്നിട്ടില്ല. കേന്ദ്ര പൊതുമേഖല തന്നെ തന്നതെല്ലാം പൂട്ടിപ്പോവുകയാണ്. വീണ്ടും അതിനുള്ള റിനോവേഷനോ മറ്റു സഹായങ്ങൾ കിട്ടാത്തതിനോ FACT പൂട്ടിപ്പോയാണ്. HMT പൂട്ടിപ്പോയി. FACT പൂട്ടിയില്ല, അത് ചത്തതിനൊത്ത് ജീവിക്കുകയാണ്, വേണം സഹായം ചെയ്യുന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ TCCയും മറ്റുമൊക്കെ കേരള ഗവൺമെൻറ് കീഴിൽ നടക്കുന്ന സ്ഥാപനമായിട്ട് ലാഭകരമായി കൊണ്ടുപോകണം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതാണ് ന്യൂസ് പ്രിന്റ് ഫാക്ടറി പിറവത്ത, നമ്മുടെയാണ് സ്ഥലം വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പോൾ അത് വിൽക്കാനിട്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് പറയാണ് വിൽക്കുകയാണെന്ന്. ന്യൂസ് പ്രിന്റിന് ഏറ്റവും ഡിമാൻഡുള്ള ഒരു കാലത്താണ്, ലാഭകരമായി നടക്കുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് ഇതെല്ലാം വിൽക്കുക, നമ്മൾ ഈ വിൽക്കുന്നതെല്ലാം വാങ്ങാൻ ശ്രമിക്കുക, 2 നയങ്ങളാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങളത് എടുത്തോളാം, ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാം. അപ്പോൾ പറയാം മാർക്കറ്റിൽ വിലയ്ക്ക് അനുസരിച്ച് ഞങ്ങൾ ടെൻഡർ ചെയ്യും, നിങ്ങൾക്ക് ടെൻഡറിൽ പങ്കെടുക്കാം. എന്തൊരു തോന്നിയവസാണ് പറയുക. നമ്മളുടെ സ്ഥലത്തും വാങ്ങി അവരുടെ കൂടെ ഒരു സ്ഥാപനം നടത്തി അവർ പിന്നീട് ആ സ്ഥലമടക്കം വിൽക്കാൻ പോകാന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ സാധിക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ HLL, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, എത്ര കാലമായി ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്ന് പ്രശസ്തമായി അന്ന് മുതൽ ലാഭത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമല്ലേ ഈ പൂജപ്പുരകൾ പേരൊക്കെയുള്ള. അതിപ്പോൾ വിൽക്കാനിട്ടിരിക്കുകയല്ലേ. ഇന്നാൾ വാല്യൂർ വന്നു 5-6 ദിവസത്തിന് മുമ്പ്, അതെല്ലാം വില നിശ്ചയിച്ച് ലേലം ചെയ്യാൻ വിൽക്കാനായിട്ട്. തൊഴിലാളികളും നാട്ടുകാരും കൂടി ചേർന്ന് പറഞ്ഞതിനകത്ത് കയറാൻ ഒക്കില്ല. ഇത് ഞങ്ങളുടെ കേരളത്തിൻ്റെ സ്ഥാപനമാണ്, ജനങ്ങളുടെ വകയാണിത്, നമ്മുടെ കേരളം വാങ്ങിച്ച സാധനമാണ്, അത് വിൽക്കുകയാണ്, കേന്ദ്രത്തിൻ്റെ സ്ഥാപനം വിൽക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് റെയിൽവേയിൽ തന്നെ ഇവിടെ നേമത്ത് കോച്ച് നിർമ്മാണ കോച്ച് മെയിൻ്റനൻസ് ഫാക്ടറി തരാമെന്ന് പറഞ്ഞാൽ തന്നില്ല, മെഡിക്കൽ കോളേജ് തരാമെന്ന് പറഞ്ഞാൽ തന്നില്ല. ഇതിങ്ങനെ ഓരോന്നോരോന്ന് തരാമെന്ന് പറയുക, തരാതിരിക്കുക, അവഗണിക്കുക, ഇതാണ് ഈ സമീപനം അവരെടുക്കുമ്പോൾ. കേന്ദ്രത്തിൻ്റെ സ്ഥാപനം ഇവിടെ ഉള്ളത് തന്നെ അവർ സ്വകാര്യ നമുക്ക് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം അതെല്ലാം ഏറ്റെടുത്ത് നടത്താൻ മനസ്സ് കാണിക്കുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാട്ടിയതാണ്. അതായത് ഈ ഒരു സംസ്ഥാന സർക്കാരിനോട് മറ്റ് സ്വകാര്യ ഏജൻസികളൊക്കെ നിൽക്കുന്ന ക്യൂവിൽ പോയി നിന്ന് നിങ്ങൾ മത്സരിച്ച് ബിഡ് ചെയ്ത് എടുത്തോളൂ എന്നൊക്കെ പറയുന്ന ഒരു സമീപനം. അതേസമയം സംസ്ഥാന സർക്കാർ അത് വയ്ക്കാതെ കൂടുതൽ ഭരണഘടനാനുസൃതമായി എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വെച്ച് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്കാക്കുക. KSDP പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഏതാണ്ട് ജന്മിമാരുടെ കുടികിടപ്പുകാരെ പോലെ, ഇന്ത്യ ഗവൺമെന്റ് കുടികിടപ്പുകാരെ പോലെയാണ് കേരളക്കാരെ കാണുന്നത്. സിസ്റ്റത്തെ അവര് എങ്ങനെയാ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതെ. പക്ഷെ അങ്ങനെ വരുമ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളെ പക്ഷേ കൂടുതൽ അങ്ങ് പറഞ്ഞ ആ തിയറി തന്നെയാണ് ഞാൻ പറയുന്നത്. സംസ്ഥാനങ്ങൾ ആണ്, യൂണിയൻ അല്ല, മിഥ്യയല്ല, സത്യം ഇതാണ് എന്ന് പറഞ്ഞൊരു സംസ്ഥാന സർക്കാർ മാതൃകയാകുന്നു ഇന്ത്യയിൽ. ഈ 545 അംഗങ്ങളുള്ള ലോക്സഭയിൽ കേരളത്തിൻ്റെ വിഹിതം 20 മാത്രമാണ്. അതാണ് നമ്മുടെ ഒരു ബലഹീനതയാണത്. ആ ബലഹീനത അങ്ങ് മുതലെടുക്കാൻ നോക്കിയാൽ അതിനൊരു പരിധിയുണ്ട്. നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് കേരളം നമുക്ക് സ്വയം
ഈ സ്വയം സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് കേരളം എന്നാണുള്ള ഐതിഹ്യം. അതെ, നമുക്ക് വീണ്ടും ആ നിർമ്മാണ പ്രക്രിയ സ്വയം നടത്താൻ കഴിയും. അതാണ് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഒരു പരിധിക്ക് അപ്പുറം പോയാൽ ഫെഡറലിസം ഉണ്ടാവില്ല. നമുക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമോ അല്ലെങ്കിൽ കാരുണ്യമോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയും എന്ന് നമുക്ക് തന്നെ ബോധ്യം വന്നു കഴിഞ്ഞാൽ അതെ, പിന്നെ ഈ ഫെഡറലിസം ഒന്നും അധികം കാലം നിൽക്കില്ല. അപ്പോൾ വിഘടനവാദികൾ എന്നൊക്കെ വേണമെങ്കിൽ മുദ്ര കുത്തപ്പെട്ടവരിക്കാം. പക്ഷെ കേരളത്തിൻ്റെ സ്വഭാവം മാറും. കേരളത്തിൻ്റെ സ്വഭാവം മാറുക എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ്. ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നമ്മളിവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ സ്ഥാപിക്കുന്നു, അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അടച്ചുപൂട്ടപ്പെടുന്ന സ്ഥാപനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവുന്നു. ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെയാണ് കേരളത്തിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് തുടക്കമുണ്ടായത്. ഒരുപക്ഷെ ആദ്യത്തെ പൊതുമേഖലാ സ്ഥാപനം എന്ന് വിശേഷിപ്പിക്കാവുന്ന FACT അതൊരു കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തന്നതല്ല. നമ്മൾ തിരുവിതാംകൂർ ഗവൺമെൻറ് സ്ഥാപിച്ച സ്ഥാപനമാണ്. അത് പിന്നീട് കേന്ദ്രത്തിൻ്റെ കയ്യിലായി എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കൊച്ചി തുറമുഖം, അത് കൊച്ചി രാജാവ് ഇടപെട്ട് സ്ഥാപിച്ചതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കുന്നതിനും അത് സ്ഥാപിക്കുന്നതിനും വിജയകരമായി നടപ്പാക്കുന്നതിനുമൊക്കെ കഴിയും എന്ന് കുറേ കാലമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് പല രീതിയിലുള്ള ആലോചനകളൊക്കെ പല പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ റിപ്പബ്ലിക്ക്, ആ റിപ്പബ്ലിക്കിന് ആധാരമായ ഭരണഘടന, ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന കുറേ മൂല്യങ്ങൾ, നമ്മൾ സോഷ്യലിസം, സെക്യുലറിസം, ഇതൊക്കെ ഡെമോക്രസി, ഇതൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ ഇതുപോലെ ആഗ്രഹിക്കുന്ന വേറൊരു ജനത ഉണ്ടാവില്ല. ഇത്രമാത്രം തീവ്രതയോടെ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ജനത വേറെ ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ 3-4 മാസക്കാലം കേരളത്തിലെ കുഗ്രാമങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ കൊണ്ട് ആ ഭരണഘടനയുടെ സത്തയ്ക്ക്, ഫെഡറലിസം ഒരു സത്തയാണ്, ആ സത്തയ്ക്ക് നിരക്കാത്ത ചിന്തകളിലേക്കും ആലോചനകളിലേക്കും പോകാൻ കേന്ദ്രം നിർബന്ധിക്കരുത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് കുഗ്രാമങ്ങളിൽ പോലും ഭരണഘടന ഇത് ചർച്ച ചെയ്തു, ഈ പറഞ്ഞ രീതിയിൽ ഭരണഘടന ചർച്ച ചെയ്യപ്പെട്ടു. നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ എഫേർട്ടിനെ കുറിച്ച്, ഈ ശ്രമങ്ങളെ കുറിച്ചാണ്. കേന്ദ്രം തന്ന കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഈ കാര്യങ്ങൾ അലോക്കേറ്റ് ചെയ്ത് ഒരു വിജയദിനാഘോഷത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് എത്ര അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഇത് പറയുമ്പോൾ? അങ്ങനെ ഒരു അവസരം എന്തായാലും കേരളത്തിൽ കിട്ടത്തില്ല. കാരണം കേന്ദ്രം അങ്ങനെ ഒരു സമീപനം എടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം പക്ഷേ ഇവിടെ ഈ നടന്ന ചർച്ചയിൽ ഞാൻ ശ്രദ്ധിച്ചാണ്, നമ്മൾ ഈ കേന്ദ്രത്തിൻ്റെ സഹായം ഇല്ലാതെ ഈ 1000 ദിവസം കേരളം നടത്തിയിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടല്ലോ, അതാണ് ശരിക്കും ചർച്ച ചെയ്യുന്നത്. കാരണം കേന്ദ്ര സഹായം ഇല്ല, കേന്ദ്രത്തിന്റെ ഔദാര്യം ഒന്നുമല്ല സഹായം. സാർ പറഞ്ഞ പോലെ അതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും വരുമ്പോൾ കേന്ദ്രം ഇത്ര തന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇങ്ങോട്ട് കൊണ്ട് തന്നു, നമുക്ക് അങ്ങനെയല്ലല്ലോ, അത് നമുക്ക് കിട്ടേണ്ടതാണ്. അത് പറ്റുന്ന ചില സ്ഥാപനങ്ങളെ എങ്ങനെ പറയാൻ സാധിക്കും? ഇതിനകത്ത് ഇപ്പൊ ഈ സഹായം ഒന്നുമില്ല തന്നെ നമ്മൾ ഈ 1000 ദിവസം നോക്കും 36,000 ചെറുകിട സംരംഭം കേരളത്തിൽ തുടങ്ങി. വലിയ മൈലേജ് ആണ്. അതുപോലെ തന്നെ 3200 കോടിയുടെ നിക്ഷേപം അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. 1,20,000-ൽ പരം തൊഴിലവസരങ്ങൾ ഈ 1000 ദിവസം കൊണ്ട് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇതൊന്നും കേന്ദ്രത്തിന്റെ സഹായമില്ല. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ നമ്പർ 2, രണ്ടാമത്തത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് 9 മാസം കൊണ്ട്, ഒന്ന് ആലോചിച്ചു, നിപ്പ വന്നതിന് ശേഷമുള്ള 9 മാസക്കാലം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഇവിടെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. അതുപോലെ IT മേഖല നമ്മൾ വരുമ്പോൾ 1.66 കോടി ചതുരശ്ര അടിയായിരുന്ന IT സ്പേസ്. അതൊക്കെ വളരെ കാതലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ശരിക്കും ക്യാമ്പയിൻ ചെയ്യേണ്ട കാര്യമാണ്. 1.6 കോടി ചതുരശ്ര അടി IT സ്പേസ് 1000 ദിവസം കൊണ്ട് 2.1 കോടി ചതുരശ്ര അടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അവിടെ MLA ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആലപ്പുഴ ജില്ലയെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ സർക്കാരിനാണല്ലോ പറയേണ്ടത്. ആലപ്പുഴ ജില്ലയുടെ സുവർണ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം അവിടെ ഇപ്പം KSDP ഇവിടെ സഹ പറഞ്ഞു, KSDPയുടെ ഇപ്പം ബീറ്റാലാക്ടം പ്ലാന്റിന്റെ എല്ലാ പ്രവർത്തനവും കഴിഞ്ഞ് തുറന്നു കൊടുക്കുക. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്ന് ഇപ്പൊ കേരളത്തിലെ ആവശ്യത്തിന് എടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കാൻ നമുക്കായിരിക്കുന്നു. ഭയങ്കരമായ ഒരു മേൽക്കൈ പ്രവർത്തനം. അതിനും ഒരു ഉദാഹരണം ഉണ്ട്. ഇപ്പൊ 2015 VS സ്ഥാനം ഒഴിയുന്ന സമയത്തുള്ള വ്യവസായ വകുപ്പിന്റെ അന്ന് നേരത്തെ പറഞ്ഞ 40 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അന്ന് ലാഭത്തിലാണ്. അപ്പൊ എങ്ങനെ UDF ഒരുമിതം എങ്ങനെ നഷ്ടത്തിലാണെന്ന് വെച്ചപ്പോൾ UDFും കേന്ദ്രത്തിലിരിക്കുന്ന BJPയുടെ ആ നയം ഏകദേശം ഒന്നാണെന്ന് അവിടെ നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. അന്ന് 40 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം 222 കോടി. നെക്സ്റ്റ് ഇയർ ഉമ്മൻചാണ്ടി വന്നു, UDF വന്നു, VSന്റെ നെക്സ്റ്റ് ഇയർ അന്ന് 63.6 കോടിയിലേക്ക് താഴ്ത്തപ്പെട്ടു. പിന്നെ 201 വീണ്ടും വന്നു തൊട്ടടുത്ത വർഷം. എന്നാൽ 2016 സഖാവ് പിണറായി വന്നപ്പം ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. 119 കോടിയായിട്ട് വരികയാണ്. ഇപ്പൊ അത് വീണ്ടും 17 106 കോടിയായി. 14 എണ്ണം വിറ്റുവരവിൽ 9.5% ഹൈറ്റിലേക്ക് വന്നു. ചെറിയ കാര്യമല്ല. അപ്പൊ ഈ ഒരു താരതമ്യം പിന്നെ വരുമ്പോ
ഏതാണ്ട് മൃതപ്രായമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ടൈറ്റാനിയം. അതെ, ടൈറ്റാനിയം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. അതെ, ടൈറ്റാനിയം ഏതാണ്ട് പോയി, കഥ കഴിഞ്ഞു പോയി. ഞങ്ങളെല്ലാം അതിനകത്ത് വളരെ ദുഃഖിതരായിരുന്നു. CP യുടെ കാലം മുതൽ സ്ഥാപിച്ചതാണ് ടൈറ്റാനിയം ഫാക്ടറി. അത് ഇല്ലാതായി പോകുമെന്ന് ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ തവണ UDF ഗവൺമെൻറ് LDF ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക് 10 കോടി രൂപ കൂടെ കൊടുത്ത് അന്ന് നമ്മൾ ഇന്ന് പിടിച്ചു നിർത്തി. ഇപ്പോൾ അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് 4-5 ഉൽപ്പന്നങ്ങളുടെ അത് നാളെ മാർക്കറ്റിൽ ഇറക്കുകയാണ്. ടൈറ്റാനിയം പുതിയ പ്രോഡക്ട്സ് രംഗത്ത് കൊണ്ടുവരുന്നത്. ടൈറ്റാനിയം അങ്ങനെ ഉയരിട്ട് വരികയാണ്. ട്രിവാൻഡ്രം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണത്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഴിഞ്ഞം ഹാർബറിൻ്റെ 2020 പൂർത്തിയാക്കുമെന്ന് പറയുന്നതും ഒരു തടസ്സമില്ലാതെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തി വളരെ പ്രധാനമാണ്. ഇത് പറഞ്ഞെന്നുള്ളതായിരുന്നു. ശ്രീ ജോസ് ടി എബ്രഹാം, ഒരുപക്ഷെ വളരെ ഇപ്പം ഈ പറഞ്ഞ കൂട്ടത്തിൽ എടുത്ത് ചൂണ്ടിക്കാട്ടേണ്ട ഒരു കാര്യമാണ്, നമുക്ക് കേരളത്തെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത് അമേരിക്കയോടാണോ എന്ന് പോലും. അമേരിക്കയോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ തിരുവനന്തപുരത്തെ KLന്റെ കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞു. ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇറക്കുകയാണ് ഇവിടെ. അമേരിക്കയിൽ പോലും അത് മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിൽ വലിയ പരാജയമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളം അതൊരു വലിയ മാതൃകയായി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. അല്ല, ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ സമീപനം മാത്രമല്ല, കേരളത്തിലെ ട്രേഡ് യൂണിയനുകളുടെ സമീപനമുണ്ട്. ബാങ്കിങ് മേഖല ഉൾപ്പെടെ ഉള്ള മേഖലകളിലെയും നമ്മുടെ മറ്റ് ഇതര മേഖലകളിലെയും ട്രേഡ് യൂണിയൻ CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ എടുക്കണ സമീപനമുണ്ട്. അതായത് ലാഭം മാത്രം നോക്കിയുള്ള ഒരു കാഴ്ചപ്പാടല്ല, ഒരു മൊത്തം ഒരു കേരളത്തിലെ സമൂഹത്തിന്റെ മൊത്തം വികാസവും ഒക്കെ കണക്കിലെടുത്തുള്ള സമീപനമാണ് ട്രേഡ് യൂണിയനുകളും എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിഷയം കൂടെ ഉണ്ട്. ഇതിനകത്ത് വേറൊരു ആംഗിളൂടെ ഒന്ന് ഇതാക്കാനുള്ളത്, ഈ പൊതുമേഖലയെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോഴൊക്കെ പൊതുവെ സ്വകാര്യവൽക്കരിക്കണം എന്ന് പറയും. ഇന്ത്യയിലെയും കേരളത്തിലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ പല സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്തോ, എത്രയോ സ്ഥാപനങ്ങൾ. ഇപ്പം ജെറ്റ് എയർ എന്ന് പറയുന്ന സ്ഥാപനം വലിയ ലാഭത്തിൽ വലിയ സംഭവമായിട്ട് ഓടിക്കൊണ്ടിരുന്നല്ലേ, ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയല്ലേ. ഞാൻ കിങ്ഫിഷറിൻ്റെ കഥ പറയണില്ല. കേരളം എത്രയോ സ്ഥാപനങ്ങൾ, സ്റ്റീൽ കമ്പനികൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എത്രയാണ്. ഇത് ബാങ്കുകൾക്ക് കൂടെ കൊടുത്തു തീർക്കാനുള്ള നഷ്ടം എത്രയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് 10.25 ലക്ഷം കോടിയോളം രൂപ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ബാങ്കുകൾക്ക് കിട്ടാക്കടമായിട്ട് നിൽക്കുകയാണ്. അപ്പം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് നന്നായി കളയും, വലിയ സംഭവമാവും എന്നൊക്കെ പറയണത് ഒരു യുക്തിയില്ലാത്ത വാദമാണ് ശരിക്കും. ശ്രീമതി സരിതാ വർമ്മ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ പറഞ്ഞേക്കാം. അതായത് പൊതുമേഖലയെ ഒരു പ്രത്യേക മാനേജ്മെന്റിലൂടെ ലാഭം ഉണ്ടാക്കി ഒരു വലിയ പണമൊക്കെ ഉണ്ടാക്കി. ഞാൻ ഒരു മിനിറ്റ്, ലാഭനഷ്ടത്തിന്റെ പൊതുമേഖല എന്ന് പറയുന്നത് ലാഭനഷ്ടത്തിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഇവിടെ ലാഭമുണ്ട്. അപ്പൊ സരിതാ വർമ്മ, ഈ കാര്യത്തിൽ ഒരു കാഴ്ചപ്പാടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ വിജയത്തിലേക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത് പൊതുമേഖലയെ എങ്ങനെ ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് തൊഴിലാളികളെയും കൂടി കണ്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു ദീർഘദർശിത്വമുള്ള ഒരു ചിന്താഗതി എന്ന് കാണാമോ ഈ വ്യവസായ മേഖലയിൽ? ഞാൻ ഇടതുപക്ഷ സർക്കാരിൻ്റെ സമീപനത്തിൽ ഒരു ചെറിയ വ്യത്യാസം കാണുന്നു. അതായത് അവരുടെ രാഷ്ട്രീയ സമീപനത്തിലും ആദ്യകാലങ്ങളിൽ 10-20 വർഷം മുമ്പ് ഇത് പൊതുമേഖലയെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതായത് ലാഭനഷ്ട നോക്കാതെ പൊതുമേഖല. പിൽക്കാലത്ത് ക്രമേണ ഇടത് ഐഡിയോളജിയുടെ ഒരു വികാസം ആയിരിക്കാം. ഇതിനോടൊപ്പം സമാന്തരമായിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നൊരു മോഡൽ കൂടി കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. സിയാലാണ് അതിൻ്റെ ആദ്യത്തെ മാതൃക. നമ്മുടെ സിയാൽ ഇപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട്. അപ്പോൾ ആ വിധത്തിൽ ഇപ്പോൾ മറ്റൊരു സംഗതി ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്, ജാനുവരിയിൽ കൊച്ചിയിൽ ഒരു BPCLൻ്റെ ഒരു വലിയ 16,000 ചില്ലാനം കോടിയുടെ ഒരു പെട്രോ കെമിക്കൽ കോംപ്ലക്സ് കമ്മീഷൻ ചെയ്തപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു പുതിയ പെട്രോ കെമിക്കൽ കോംപ്ലക്സിനുള്ള തറക്കല്ലിടുകയും കൂടി ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി ഗൾഫിൽ പോയപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട, ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പെട്രോ കെമിക്കൽ സ്ഥാപനത്തിന് കമ്പനിയുടെ ഉടമസ്ഥർ അതിൽ നിക്ഷേപിക്കാൻ, അതായത് കേരള സർക്കാരുമായിട്ട് ചേർന്ന് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, ഈ പൊതുമേഖല എന്നുള്ളത് ശുദ്ധ പൊതുമേഖല എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നിന്ന് കുറച്ചുകൂടി ഒരു വികസിക്കുന്ന കൃത്യമായ പോയിന്റ്. ഞാൻ ഇവരിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ആനന്ദലോട്ട് അതാണ് ചോദിച്ചത്. ഇപ്പോൾ സരിതാ വർമ്മ പറഞ്ഞ ഒരു പുതിയ മാനേജ്മെന്റ് രീതി, അതിൽ ട്രേഡ് യൂണിയന്റെ ഒരു പങ്ക്, ഈ പറഞ്ഞ സ്വകാര്യ മേഖല എന്നല്ല, സ്വകാര്യ
പങ്കാളിത്തം അതെങ്ങനെ എന്നൊക്കെയുള്ളത് മാറിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് കൈവശപ്പെടുത്താൻ കഴിഞ്ഞത് സ്വകാര്യ മേഖലയ്ക്കാണ്, പക്ഷേ ഏതാനും വ്യക്തികളുടെ കയ്യിൽ. വ്യവസായ വളർച്ചയ്ക്ക് രാജ്യത്തിൻ്റെ വികസന സമ്പത്ത് പ്രധാനമാണ്. ആ സമ്പത്ത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നവർ അവർ കൂടി ഈ പൊതുമേഖലയെ സർക്കാരിനോട് സഹകരിച്ച്, പൊതുമേഖല സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും വകയാണ്, സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ. അതിൻ്റെ ഫലമായി പുതിയ തൊഴിലവസരം ഉണ്ടാകും, വികസനം ഉണ്ടാകും. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ പൊതുമേഖലയിലും മറ്റുമൊക്കെ തന്നെ ഗവൺമെൻറ് നിയന്ത്രണത്തിൻ്റെ കൂടെ പങ്കാളിത്തം വരുമ്പോൾ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കൊരു നിശ്ചിത വേതനവും സേവന വേതന വ്യവസ്ഥകളുമുണ്ട്. അതവരോട് ഉറപ്പാക്കുന്നു. അതുകൊണ്ട് തൊഴിലാളിയെ എതിർക്കുന്നില്ല, തൊഴിലാളി സംഘടനകൾ എതിർക്കുന്നില്ല. നമ്മുടെ കയ്യിൽ സർക്കാരിൻ്റെ മൂലധനമില്ല. മൂലധനം മുഴുവൻ ഈ കാലത്തെ ഭരണത്തിൻ്റെ എല്ലാം ഫലമായി ഏതാനും വ്യക്തികളുടെ കയ്യിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. അതിനൊരു കണക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ 1% വരുന്നതിൽ 117 ശതകോടീശ്വരന്മാരുടെ കയ്യിലാണ് ഇന്ത്യയിൽ 135 കോടി ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്തിൻ്റെ 73%. ഇപ്പം ലേറ്റസ്റ്റ് കണക്ക് വന്നിരിക്കുകയാണ്. ബാക്കിയുള്ള ജനങ്ങൾക്ക്, ഇന്ത്യൻ ജനതയ്ക്കുള്ളത് ഇന്ത്യൻ സമ്പത്തിൻ്റെ 27% മാത്രം. 99%. 99% കൂടുതൽ വരുന്നവർക്ക് 27% മാത്രം. 1% താഴെ വരുന്നവർക്ക് ഇന്ത്യൻ സമ്പത്തിൻ്റെ 73%. അപ്പോൾ സമ്പത്ത് ഒരു വശത്ത് കേന്ദ്രീകരിക്കപ്പെട്ടു പോയിരിക്കുന്നു. അത് ഈ ഭരണ നയങ്ങളുടെ ഒരു വൈകല്യമാണ്. രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഭരിച്ചു വന്ന കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി, ആ ഗവൺമെൻറ്റുകളുടെയൊക്കെ ഭരണ നയത്തിൻ്റെ സംഭാവനയാണ് ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് ഏതാനും പേരുടെ കയ്യിലായിപ്പോയത്. ആ സമ്പത്ത് അവർ വിദേശ രാജ്യങ്ങൾ കൊണ്ട് മുടക്കുന്നതിനേക്കാൾ ഇവിടെ മുടക്കുന്നതിനുള്ള അന്തരീക്ഷം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ന്യായമായി ഇവിടെ നടത്തിക്കൊണ്ട് പോകാം. രാജ്യത്തിന് വികസന സഹായമാണ്. ഞങ്ങൾ ആരും അതിന് തൊഴിലാളി സംഘടനകളാരും എതിരല്ല. പക്ഷെ തൊഴിലാളിക്ക് കൊടുക്കേണ്ട വേല ചെയ്തിട്ട് അവന് കൊടുക്കേണ്ട കൂലി കൊടുക്കുകയും വേണം. അവരുടെ വാങ്ങൽ ശേഷി ആണ് ജനങ്ങളുടെ വാങ്ങൽ ശേഷി. കൃഷിക്കാരനെയും തൊഴിലാളികളും മഹാഭൂരിപക്ഷം. അവർക്ക് വരുമാനം കൂടിയാൽ, കൂലി കൂടിയാൽ, വാങ്ങൽ ശേഷി കൂടിയാൽ ഈ വ്യവസായശാല ഉൽപ്പാദിപ്പിക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങളും കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്കും മാർക്കറ്റ് ഉണ്ടാകണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ കാശുണ്ടാകും. ഒരു പോയിന്റ് കൂടെ പറഞ്ഞാൽ ശ്രീ മോഡി പോയി മേക്ക് ഇൻ ഇന്ത്യ മുദ്രാവാക്യം വിളിച്ച് ലോകത്തുള്ള മുതലാളിമാരെയൊക്കെ വിളിച്ചല്ലോ. അവരിവിടെ വന്നില്ലല്ലോ, ഒറ്റ മുതലാളിയും വന്നില്ലല്ലോ. വരാത്ത കാര്യമൊന്നുമില്ല. അവരൊരു സ്റ്റഡി നടത്തിയപ്പോൾ ഇന്ത്യൻ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുകയാണ്. കാർഷിക മേഖലയിൽ ആത്മഹത്യയാണ്, കടക്കണിയാണ്. ഓരോ വർഷവും 10,000 ആൾക്കാർ വീതം മരിച്ചു പോണെന്ന് ഗവൺമെൻറ് തന്നെ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്. കൃഷിക്കാരന് വാങ്ങൽ ശേഷിയില്ല, തൊഴിലാളിക്ക് വാങ്ങൽ ശേഷിയില്ല, ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വ്യവസായം തുടങ്ങി ഉൽപ്പാദിപ്പിച്ചാൽ ഇത് എവിടെ കൊണ്ടുപോയി വിൽക്കും? അപ്പോൾ പക്ഷേ ഇവിടെ വ്യവസായം വേണം, ജനങ്ങളുടെ വാങ്ങൽ ശേഷി പ്രധാനമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ ഒരു വികസന മുന്നേറ്റം, ഈ പൊതുമേഖലയിലുള്ള വികസന മുന്നേറ്റം ഏറ്റവും കൂടുതൽ ഗംഭീരമായി തീരുന്നത്, അതായത് ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് പൊതുവായിട്ടുള്ള എല്ലാറ്റിനെയും വിൽക്കുന്ന ഒരു പൊതു അന്തരീക്ഷത്തിനകത്ത് നിന്നാണ് കേരളം എന്ന ചെറിയൊരു തുരുത്തിനുള്ളിൽ എല്ലാറ്റിനെയും പൊതു നിലയിൽ നിർത്താനുള്ള ഈ വലിയൊരു പരിശ്രമം നടക്കുന്നത്. ഇപ്പൊ പൊതുമേഖല മാത്രമല്ല, പൊതുവിദ്യാഭ്യാസം, പൊതുമേഖലയെ സംരക്ഷിക്കാനുള്ള ഈ സർക്കാരിന്റെ ഈ രീതികൾ ലോകത്തിന് മാതൃകയായിട്ടാണ് എന്നാണ് അതിന്റെ മലയാളം ഈ പറഞ്ഞത്. അത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു പെർസ്പെക്റ്റീവ് മാത്രം, അത് വലിയ ഡയമെൻഷനുള്ള ഒരു സാധനമാണ്. നമ്മൾ പൊതുമേഖല എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, ഈ പൊതു എന്ന് പറയുന്നത് വലിയൊരു. തീർച്ചയായിട്ടും ഞാൻ ഒന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് ഒന്ന് വരികയാണ് ഈ കാര്യത്തിൽ. വളരെ അദ്ദേഹത്തിന് ആവേശം കൊണ്ട് ആ പൊതു എന്നുള്ള വാക്കിന് അദ്ദേഹം വല്ലാ ശക്തി എടുക്കുന്നുണ്ട്. പക്ഷെ വളരെ പ്രധാനമാണ് ആ പൊതു. ആ പൊതുവിൽ പൊതുവിദ്യാഭ്യാസം, അതെ, അത് ലോകത്തിന് മാതൃകയാണ്. ഒരു സർക്കാർ പൊതുമേഖലയ്ക്ക് വേണ്ടി എടുക്കുന്ന ഈ എഫേർട്ട്, ലാഭത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന എഫേർട്ട്, അതൊരു മാതൃകയാണ് ലോകത്തിന് എന്നാണ് പറയുന്നത് കേരളത്തിലെ സർക്കാർ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ പൊതുമേഖല എന്ന് പറയുമ്പോൾ സോഷ്യലിസം എന്നൊരു തത്വമുണ്ടല്ലോ, നമ്മളതേം ചർച്ച ചെയ്യാറില്ലെന്നേ ഉള്ളൂ. അതുമായി വല്ലാതെ ബന്ധപ്പെട്ട ഒന്നാണത്. നമ്മൾ പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ആ പൊതുസമൂഹം എന്ന വാക്കിന് വലിയ അർത്ഥങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രവർത്തനത്തിൽ നമ്മൾ വിജയിക്കുന്നു. ഇവിടെ ശ്രീമതി പ്രതിഭ ചൂണ്ടിക്കാണിച്ചില്ലേ 2 ഘട്ടങ്ങളെക്കുറിച്ച്. അതെ, ലാഭം ഉണ്ടാക്കുന്നൊരു ഘട്ടം, നഷ്ടം ഉണ്ടാക്കുന്നൊരു ഘട്ടം. ഓൾട്ടർനേറ്റീവാണ്. LDF വരുമ്പോൾ ലാഭം ഉണ്ടാകുന്നു, UDF വരുമ്പോൾ നഷ്ടം ഉണ്ടാകുന്നു. അതൊരു പ്രതിഭാസമായിരിക്കാം, പക്ഷെ അത് യാദൃശ്യമായി സംഭവിക്കുന്നതല്ല. അതൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമാണത്. ഇവിടെ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പൊതുമേഖലയെ നമ്മൾ നിലനിർത്തും, പൊതുമേഖലയെ സംരക്ഷിക്കും, പൊതുമേഖലയെ ലാഭകരമായി പ്രവർത്തിപ്പിക്കും. അപ്പോൾ മാത്രമേ തൊഴിലാളികൾക്കും പൊതുസമൂഹത്തിനും അതിൻ്റെ പ്രയോജനം ഉണ്ടാകൂ
എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണ് ആ അവസ്ഥ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ജോസ് ടി എബ്രഹാം, അതായത് ഇവിടെ ഈ പറഞ്ഞു വന്ന കാര്യത്തിൽ ഈ പൊതു എന്ന വാക്ക് വല്ലാതെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഈ പൊതു സ്ഥാപനങ്ങൾക്ക്, പൊതു മേഖലയ്ക്ക്, വ്യവസായ മേഖലയിൽ ഇത്രയധികം പ്രാധാന്യം ഉണ്ടാകുമ്പോഴും ഈ സർക്കാർ കൊടുക്കുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സബ്സിഡി കൊടുത്തോ അല്ലെങ്കിൽ കൂടുതൽ ധനം കൊടുത്തുകൊണ്ടോ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതല്ല. അതൊരു ആഘോഷമായി ആളുകൾക്ക്, പൊതുജനങ്ങൾ കൂടി അതിനോടൊപ്പം ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സ്ഥാപനങ്ങൾ ടൈറ്റാനിയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു പ്രദേശത്തിന്റെ മുഴുവൻ വികാരമാണ് ടൈറ്റാനിയം എന്ന് പറയുന്നത്. അതൊക്കെ വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം നടക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. ഓക്കെ വരുന്നത് പോലെയോ ഞങ്ങൾ കൊച്ചിക്കാരുടെ വികാരം കെട്ടുപോയി. FACT പോയി, HMD പോയി. അതില് നമ്മള് ഒരു മേഖല മാത്രം ഞാൻ എടുക്കാം, ഈ കാഷ്യൂ മേഖല. കാഷ്യൂ ഫാക്ടറികള് പൊതുമേഖലയിലുള്ളത് തുറന്നത് കൂടാതെ സ്വകാര്യ മേഖലയിലുള്ളത് തുറക്കാൻ വേണ്ടി നമ്മുടെ ഇപ്പോഴത്തെ LDF ഗവൺമെൻറ് എടുക്കുന്ന ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ അത് അറിയാവുന്നത് കൊണ്ടറിയാം. എത്രയോ പ്രാവശ്യം ബാങ്കേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട ആ വിഷയത്തിൽ, എന്നിട്ടും പൂർണ്ണമായിട്ട് പരിഹരിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും മിനിസ്റ്റർ മേഴ്സിക്കുട്ടി അമ്മയാണ്, മേഴ്സിക്കുട്ടി അമ്മയും മുഖ്യമന്ത്രിക്ക് എത്രയോ സമയം അതിനു വേണ്ടി എത്ര എഫർട്ട് എടുത്ത് ഈ 1000 ദിവസത്തിൽ അനേകം മണിക്കൂറുകൾ അവരുടെ ആ സമയപരിധിക്കുള്ളിൽ നിന്ന് അനേകം മണിക്കൂറുകൾ, അനേകം മീറ്റിങ്ങുകൾ നടത്തി. ഇത് പോരാഞ്ഞിട്ട് മിനിസ്റ്റർ ആന്ധ്രയിൽ പോയിട്ട് സ്ഥലമെടുത്ത് കാഷ്യൂ കൃഷി നടത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. കേരളത്തിലെ കാഷ്യൂ കൃഷി വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതെല്ലാം ഈ കാഷ്യൂ ഫാക്ടറികളെ സംരക്ഷിക്കാനും കൂടെയാണ്. ഇങ്ങനെ ഓരോ മേഖല എടുത്താലും ഞാൻ വേറെ ഒരു പോയിന്റ് കൂടെ, അതിപ്പോൾ നമ്മുടെ ചർച്ചയുടെ വിട്ടു. കേരളത്തിൽ ഈ വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയിലായാലും പൊതുമേഖലയിലായാലും നിർത്തുമ്പം കേരളത്തിനും മാത്രമല്ല, ഏകദേശം 25-30 ലക്ഷത്തിനും ഇടയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ആ തൊഴിലാളികളെ സംരക്ഷിക്കാനും കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ ട്രേഡ് യൂണിയനുകളും വലിയ ശ്രമം നടത്തുന്നുണ്ട്. അവരെ ഭാഷ പഠിപ്പിക്കുക, അവരെ നമ്മുടെ സംസ്കാരത്തിലോട്ട് കൊണ്ടുവരിക, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, താമസ സ്ഥലം, ഇങ്ങനെ അനേകം വിഷയങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ. ചുരുക്കത്തിൽ എല്ലാവരുടെയും മുഖത്ത് ഒരു പ്രതീക്ഷയുടെ ഒരു നിറമാണ് ഇപ്പോൾ ഉള്ളത്, ഈ പൊതുമേഖലയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. അതൊരു മുദ്രയാക്കിക്കൊണ്ട് ഈ സർക്കാർ 1000 ദിനങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ അതിൻ്റെ ഈ വിജയത്തിൻ്റെ, പൊതുമേഖലയുടെ വിജയത്തിൻ്റെ അംബാസഡറാണ് ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കും. പൊതുമേഖലയുടേതും കാർഷിക മേഖലയുടെയും വ്യവസായ മേഖലയുടെയും കാർഷിക മേഖലയുടെയും നിലനിൽപ്പെന്ന് പറയുന്നത് അവരുടെ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റാണ്. കേരളം ഇന്ന് ഈ കേരളത്തിലെ പൊതുമേഖലയുടെയും വ്യവസായ മേഖലയുടെയും കാർഷിക മേഖലയുടെയും മാർക്കറ്റെന്ന് മാത്രമല്ല, ഇന്ത്യയുടെയും വേൾഡിൻ്റെയും മാർക്കറ്റായി മാറുകയാണ്. ഇവിടെയുള്ള ജനങ്ങൾക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാങ്ങൽ ശേഷിയുള്ള ജനങ്ങൾ. അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായിട്ടാണ് സർവീസ് മേഖലയുടെ ജീവനക്കാരുടെ ആയാലും ശരി, അസംഘടിത തൊഴിലാളിയായാലും ശരി, അഗതികളായാലും ശരി, വികലാംഗരായാലും ശരി, അവർക്കെല്ലാം പട്ടിണി കിടക്കാതെ ആ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനം വാങ്ങാനുള്ള പൈസ പെൻഷൻ പദ്ധതി 45 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കാൻ ഗവൺമെൻറ്, അത് അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. ആ കിട്ടുന്ന കാശ് മാർക്കറ്റിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ഉൽപ്പന്നങ്ങളൊക്കെ വന്നാൽ അവരത് വാങ്ങി മാറ്റും. അപ്പോൾ കേരളത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ നമ്മുടെ കാർഷിക മേഖലയെ, വ്യാവസായിക മേഖലയെ അതിനൊക്കെ അഭിവൃദ്ധിപ്പെടുത്തണമെങ്കിൽ അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് ഉണ്ടാവണം, ഡിമാൻഡ് ഉണ്ടാവണം. ഡിമാൻഡ് ജനങ്ങളാണ്, അവരുടെ വാങ്ങൽ ശേഷിയാണ് ഡിമാൻഡ് ഉണ്ടാക്കുക. അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, അവർക്ക് പണിയെടുക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരിക, പെൻഷൻ കൊടുക്കുക. അങ്ങനെ കേരളത്തെ ഒരു സമ്പൂർണ്ണ സമ്പൽഘടനയിലേക്ക് കൊണ്ടുവന്ന് വളർച്ചയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചപ്പാടിലാണ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 1000 ദിവസം പൂർത്തിയാക്കാൻ. അപ്പോൾ ഈ 1000 വിജയ ദിനങ്ങളിൽ എങ്ങനെയാണ് ഈ സർക്കാർ ആഘോഷത്തിലേക്ക് പോകുന്നത് എന്ന് നോക്കുമ്പോൾ പൊതുമേഖലയെ കൈപിടിച്ചുയർത്തി ലോകത്തിന് മാതൃകയാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഈ റിസോഴ്സസ് ഒക്കെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, ലാഭത്തിലാക്കണം എന്നുള്ളതിന് എത്ര ദൃഢനിശ്ചയത്തോടുകൂടി ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നിടത്തേക്കാണ് എത്തുക. അതിന് കേന്ദ്രത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ, അങ്ങനെ സഹായം കിട്ടാതിരിക്കുമ്പോഴും അതിനുവേണ്ടി കരഞ്ഞു വിളിക്കാതെ, അതിനുവേണ്ടി കാത്തു നിൽക്കാതെ, സ്വന്തം കാലിൽ നിന്ന്, സ്വന്തം ശക്തി ഉപയോഗിച്ച്, സ്വന്തം പ്രജകളുടെ, ജനങ്ങളുടെ ഒക്കെ സഹകരണത്തോടു കൂടി മറ്റ് എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്ന മറ്റ് ഫണ്ടുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ്
വലിയ വിജയത്തിലേക്കും വികസനത്തിലേക്കും പോവുക എന്നതാണ് ഈ 1000 വിജയദിനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്.